അടുത്തിടെയാണ് പദയാത്ര പൂർത്തിയായത്. അടൂർ സാറിൻ്റെ പടം വീണ്ടും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വെച്ചാൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി നിർമ്മിക്കുന്ന സിനിമയാണ്. അടൂർ സാറിൻ്റെ വിളി അവിചാരിതമാണോ അതോ മമ്മൂട്ടി പറഞ്ഞിട്ടാണോ വിളിച്ചത്? അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? സാറിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെ ആരെയും വിട്ടുകൊടുക്കുന്ന ആളല്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആവുകയില്ല എന്ന് തോന്നുന്നു. അതിൽ നമുക്ക് ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുദക്ഷിണ എന്നാണ് നമുക്ക് തോന്നുന്നത്. ആ പടത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത് പോലും സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ സിനിമ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് നമ്മൾ കൂടെ സഹകരിച്ചപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തെന്ന് തോന്നുന്നു. സാറിൻ്റെ ഇഷ്ടത്തിനുള്ള, സാറിന് ഇഷ്ടമുള്ളതല്ല, സാറിൻ്റെ ലൊക്കേഷൻ ഒരു ഇതിലും ഉണ്ടായില്ല അല്ലേ? നമ്മളടുത്ത് പറയുന്ന പോലെ തന്നെ നമുക്ക് തരുന്ന അതേപോലെ തന്നെ മമ്മൂക്കയ്ക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളും ഉണ്ട്. ഒരു വലിയ മനസ്സാണ് മമ്മൂക്കയുടെ. ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം അടുത്തിടെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പണ്ട് ഞാൻ ആഗ്രഹിച്ച കഥാപാത്രങ്ങളാണ് ഇപ്പോഴും വരുന്നത്, പക്ഷെ അന്ന് അതിന് കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ പ്രേക്ഷകർ കുറച്ച് മാറി, ഇപ്പോൾ എനിക്കത് ചെയ്യാം. ചേട്ടൻ പറഞ്ഞൊരു ഗുരുദക്ഷിണ പോലെ അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയായിട്ട് ചേട്ടന് തോന്നിയെങ്കിൽ അത് കറക്റ്റായ നിരീക്ഷണമാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ സിനിമയിലെ? എന്ത് വേഷമാണ്? എന്താ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു ഡോക്ടറായിട്ടാണ് നമുക്ക് അഭിനയിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരു ആദിവാസി മേഖലയിൽ അങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നോക്കാതെ അതൊരു ഡോക്ടറുടെ കടമയാണെന്ന് പറഞ്ഞ് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്പെൻസറി കൂടെ നടക്കുന്ന ഒരു കമ്പൗണ്ടറെ പോലെ ഇരിക്കാറ് കൂടെ നടന്ന് അഭിനയിക്കുന്നതാണ് അല്ലേ? നമുക്ക് എന്ന് പറയുന്ന ആളെ ഒരുപാട് മേഖലകളിൽ ഇടങ്ങളിൽ പരിചയമുണ്ട്. ഇവിടങ്ങളിലൊക്കെ ആ ആക്ടറിൽ കാണുന്ന പ്രത്യേകത എന്താ? എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റ്? അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ അദ്ദേഹത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ ആയാലും ഇവിടെ വന്നപ്പോഴത്തേക്കും അതൊക്കെ അത്രയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അടൂർ സാറിന്റെ ആയതുകൊണ്ട് കുറച്ചുകൂടി അച്ചടക്കം വരും. അതെ അതെ. എന്നുവെച്ചാൽ കൂടുതൽ ആള് തന്നെ നമ്മളെ സാറിന് എന്നെക്കാളും കൂടുതൽ അടൂർ സാറിന്റെ രീതികൾ മമ്മൂട്ടി സാറിനെ അറിയാം. നമ്മൾ ചെന്ന് വേറെ എവിടെയെങ്കിലും ആരത്തിനും തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ സാറ് അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചിട്ട് അതാരാ അദ്ദേഹത്തിന് സംസാരിക്കുന്ന ആരാ പറഞ്ഞു മാറി വയ്ക്കാൻ പറ, അത് ഒരു ക്യാരക്ടറായിട്ടിരിക്കുമല്ലേ എന്നൊക്കെ പറയും. നമ്മുടെ മൂഡ് മാറാതിരിക്കാൻ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി നേരത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അതൊന്ന് പാകമാവട്ടെ എന്ന് വെച്ച് നമ്മൾ ഇരുത്തുന്നതാണ്, നിശബ്ദമാണ്. അതറിയാമെന്നുള്ളതുകൊണ്ട് സാറും അതങ്ങനെയാണ്. അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ ചെന്ന് ഫോൺ നോക്കാനൊക്കെ പഠിപ്പിച്ചോ അദ്ദേഹം? അത് ചെയ്തില്ല. ഫോൺ അവിടെ ചെല്ലുമ്പോൾ ഉപയോഗിക്കില്ല. സെറ്റിൽ അങ്ങനെ സാറും അങ്ങനെ ഉപയോഗിക്കുന്ന കണ്ടിട്ട്. നമ്മുടെ സൂര്യയുടെ പടം അല്ലേ, കറുപ്പ്, അങ്ങനെ തമിഴിലേക്കും എൻട്രിയാണ്. നേരത്തെ ഒരു നൻപൻ ചെയ്തിരുന്നു, നന്മ ചെറിയൊരു വേഷം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പടത്തിലും ഒരു ചെറിയ ആടും കൂത്ത് എന്ന് പറയുന്ന പടത്തിലും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു സമ്പൂർണമായൊരു തമിഴ് സിനിമയാണ്. ഈ കറുപ്പിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കുറേ പേര് വിളിക്കുമായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ എനിക്കധികം ആരും പരിചയമില്ലാത്തതുകൊണ്ട് സംരംഭമില്ല, ഞാൻ ഇപ്പോൾ തമിഴ് ചെയ്യണില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ RJ ബാലാജി എന്നാണ് നേരിട്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, എനിക്ക് ആളെ മനസ്സിലായല്ലോ, അയാളെ വേറെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ പറഞ്ഞു. അദ്ദേഹം കുറേ മലയാളത്തിൽ തന്നെ പറഞ്ഞു, നല്ല ഒരു മലയാളി ക്യാരക്ടറാണ്, ചേട്ടനെ കണ്ടിട്ടാണ് എഴുതിയത്. അപ്പോഴെനിക്ക് വേറെ പടങ്ങളുടെയൊക്കെ കുറേ തിരക്കുണ്ടായിരുന്നു, വിട്ടുപോകാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു എപ്പോഴും നമ്മളെ പറയുന്ന ഡേറ്റിൽ അവിടെ നമുക്ക് ചെയ്യാം, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സൗകര്യത്തിനനുസരിച്ച് ആദ്യത്തെ കുറച്ച് ദിവസം തന്നു. അപ്പം സൂര്യ സാറിനൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും നമ്മളെ നന്നാക്കി എടുത്തോളൂല്ലോ എന്നുള്ള ധൈര്യത്തിൽ പോയതാണ്. ആ സൂര്യൻ നടൻ അല്ലെങ്കിൽ ആക്ടർ എങ്ങനെയാണ് നമ്മളുമായിട്ട് സഹകരിക്കുന്നത്? ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ പിന്നെയും ചുരുങ്ങി, അവളുടെ മുമ്പിൽ നമ്മൾ ഇനിയും ചുരുങ്ങി. അങ്ങനെയുള്ള ആളുകൾ അത്ര എല്ലാവരും എടുത്തതാണ്. ഒരു ഭയങ്കര ബഹുമാനം, ഒതുക്കവും. അതേ പറഞ്ഞോ? ചേട്ടൻ്റെ സിനിമകളെ കണ്ടിട്ടുണ്ടെന്നല്ലോ പറഞ്ഞല്ലോ, വല്ലതും പറഞ്ഞോ? അതൊക്കെ കണ്ടു കാണും ചിലപ്പോൾ. സംസാരിക്കാനും പറ്റി അറിഞ്ഞുകൊണ്ട് വാച്ച് ചെയ്ത് കാണും. ചോദിച്ചു ഇവിടുത്തെ ഡയറക്ടർ വലിയ നമ്മളെ വലിയ അന്നത്തെ വിജയ സിനിമയിലെ ഡയറക്ടർമാരെയൊക്കെ ചോദിക്കും. വളരെ നമ്മളെക്കാട്ടി പാവമായിട്ടാണ് നിൽക്കുന്നത് അവിടെ. അപ്പോഴെന്തോ 2018
അപ്പം ആ. നമ്മുടെ ജൂഡിന്റെ പടം ജൂഡ് ആന്റണി. ആളെ കുറിച്ച് ചോദിച്ചു, ജൂഡ് ആന്റണി എങ്ങനെയാ എന്നൊക്കെ ചോദിക്കും. തമിഴ് സംസാരിക്കുക ആള് ചേട്ടൻ? ഞാൻ മലയാളത്തിൽ തന്നെ പറയും. സാറ് തമിഴില്? അല്ല, തമിഴൊക്കെ അറിഞ്ഞൂടെ? ചെന്നൈയിൽ കുറെ കാലം ഉണ്ടായിരുന്ന ആളല്ലേ. ആദ്യം ചെന്ന് സിനിമാക്കാരന്റെ ഇടയിൽ പെട്ടുപെട്ട ചെന്നൈയിലാണ്. പക്ഷെ അവിടെ കഥ നിന്നില്ല, ഇഷ്ടപ്പെട്ടില്ല, ഓടി തള്ളിക്കളഞ്ഞു. പിന്നെ എന്നിട്ട് ആ നാട് എന്നെ വിട്ടില്ല എന്നുള്ളതാണ്. അതെ, സിനിമയിലേക്ക് എന്നെ കൊണ്ടുവന്നുള്ളൂ. തമിഴ് അറിയത്തില്ലല്ലേ? നന്നായി അറിയില്ല, എങ്കിലും മനസ്സിലാവും, തിരിച്ച് കുറച്ചൊക്കെ പറയാനും പറ്റും. അതുകൊണ്ടാണ് തമിഴ് സിനിമ വേണ്ടാന്ന് വെച്ചത്. നമുക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ സുരാജ് അവിടുത്തെ വലിയ വലിയ വേഷങ്ങൾ ചെയ്യാണ്. അദ്ദേഹത്തിന് തമിഴ് അറിയില്ലായിരുന്നു. മലയാളത്തിലുള്ളവർക്കൊക്കെ മിക്കവാറും വലിയ ടെക്നീഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട്. തമിഴും മേക്കപ്പ് മാമാരും ആർട്ട് ഡയറക്ടർ, ആർട്ടിസ്റ്റുകൾ എല്ലാവരും. ഇപ്പം എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പോലെയല്ല. അവിടുത്തെ സിനിമ നമ്മളും ആഘോഷിക്കുന്നത് പോലെ ഇപ്പോഴാണ് മലയാള സിനിമ അങ്ങോട്ടൊരു ഇടം കിട്ടി തുടങ്ങുന്നത്. ചില പട്ടുകൾ നെയ്യുന്നത് തറിയിലല്ല, സ്വയംവര സിൽക്സ്, നെഞ്ചിൽ നെയ്യുന്ന പട്ട്. ഇതില് രസമുള്ളൊരു കഥാപാത്രം പറയണം. ആട് 3-ലെ PP ശശി അല്ലേ? PP ശശി എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് മണിയാശാനെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. സംവിധായകൻ അങ്ങനെ ഒരു ധാരണ പറഞ്ഞിരുന്നു, ഇങ്ങനെ വേണം ആ മാനറിസങ്ങൾ, അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് പറഞ്ഞിരുന്നു? ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ ആശാനെയാണ് ഉദ്ദേശിക്കുന്നത്, മണിയാശാനെയാണ്. ആ ചലനങ്ങളൊക്കെ പിടിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ നിരീക്ഷിച്ചു, സംസാരങ്ങളൊക്കെ കേട്ടു. എന്താണ് കുറച്ച് കൂടുതലായി പോയോ എന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എന്നെ കണ്ടു ഞാനങ്ങനെ വിറച്ചു പോയി. ദൂരെ ഒരു സ്റ്റേജിൽ എന്നെ നമ്മുടെ സിനിമ മീഡിയ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ, ഒരു സംഘടന ഉണ്ട് കട്ടപ്പനയിൽ. അവർ എനിക്ക് ഒരു സമ്മാനമൊക്കെ തന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി. ഇവിടെ പരിചയമുള്ളവരൊക്കെ പറഞ്ഞിട്ട് തന്നെ അവിടെ എനിക്കൊരു സുരേഷിനെയൊക്കെ അറിയാവുന്ന ടീമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അവിടുത്തെ അധ്യക്ഷൻ ഇദ്ദേഹമാണ്. അവരുടെ തട്ടകത്തിലാണ്. ഒന്ന് ഒരു പേടി തുടങ്ങി, എന്തെങ്കിലും പറയോ എന്നറിയില്ല. അങ്ങനെ എല്ലാം പറയുന്ന ആളുമല്ലേ. അപ്പം കയറി വന്നിട്ട് സ്റ്റേജിൽ കയറി. അപ്പം ചെന്നപ്പോൾ തൊഴിലിട്ട് നേരെ ഓടിയൊന്ന് ചിരിച്ചു എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടെന്ന് പറഞ്ഞ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അതിനെ വിഷ്വൽസ് ഒക്കെ ഇട്ട് കണ്ടോ? പ്രസംഗങ്ങളൊക്കെ കേട്ടോ. ഒരു വലിയ സ്പേസ് ആണ് PP ശശി തരുന്നത് അവിടെ അല്ലേ? അതൊരു ആ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നിയിരുന്നു ആടിലെ. അത് പക്ഷെ ആട് 1-ലും ഉണ്ട്. ഇഷ്ടമുള്ള കഥാപാത്രമാണ്. ശുദ്ധനല്ലേ, എല്ലാം വിളിച്ച് പറയുമല്ലേ, ആരെയും പേടിക്കാതെ. അതെ. അല്ല, അതിന്റെ ഏറ്റവും കൗതുകമുള്ള കാര്യം അതിലെ ചേട്ടന്റെ വ്യത്യസ്തമായ ഗെറ്റപ്പുകളാണ്. ഭയങ്കര ഗെറ്റപ്പാണ് അതിനകത്ത്. ഒരു എഞ്ചിനീയറായിട്ട് വരുന്ന, അല്ല ഒരു സയന്റിസ്റ്റായിട്ട്, പിന്നെ നമ്മുടെ ചെഗുവേരയായിട്ട് ഒക്കെ പഴയ പ്രസന്റിലെ ഒരു ഇതാണ്. ഈ രൂപമാറ്റങ്ങൾ നമ്മൾ കഥാപാത്രങ്ങളായി മാറുന്നത് വേറെ, പക്ഷെ നമ്മൾ ഇങ്ങനെ വിഗ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ വേറൊരു ഗെറ്റപ്പിലേക്ക് മാറാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഈ ചെഗുവേരയ്ക്ക് നല്ല മുടിയൊക്കെ വടിച്ച് അത് നല്ല മേക്കപ്പ്. ഇത് നമ്മുടെ തൊഴിലിന്റെ വില അറിഞ്ഞ് ഒന്ന് മാറ്റിയെടുക്കാൻ വിചാരിക്കുന്ന മേക്കപ്പ്മാർ കൂടുതൽ നമുക്കുണ്ട്. ഇതിലൊന്നിനും പെടാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി അതിൽപ്പെട്ട ഈ റോണക്സ് ഇത്ര മെനക്കെട്ടാണ് ഏതെല്ലാം പടങ്ങള്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുടി വടിച്ചാൽ എന്തെങ്കിലും ഇരുന്ന് കൊടുക്കും, ഗംഭീരമാക്കി എടുക്കും. ഈ ഹോമിലും റോണക്സ് ആയിരുന്നു. ഒരുപാട് മാറ്റി മറിച്ചിട്ടുള്ള. അതെ 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 അതെ. അപ്പൊ ഈ ഇങ്ങനെ മാറുന്ന വേഷം ചേട്ടൻ വേറെ ഉണ്ട്. ചേട്ടൻ ഈ വേഷം ഏത് രൂപത്തിലേക്ക് മാറിയാലും അതിനൊരു നമുക്കൊരു വൃത്തിയോട് തോന്നുന്നില്ല. ഭയങ്കര പെർഫെക്ഷനാണ്. അത് അപൂർവം ആർട്ടിസ്റ്റിന് മാത്രം കിട്ടുന്നതാണ്. എന്ത് തല മുട്ടയടിച്ചാലും വിഗ് വെച്ചാലും അതൊരു ഭയങ്കരമാണ്. ഇപ്പം ഉടലിലെ കുഞ്ഞച്ചനെയൊക്കെ നമുക്ക് കാണുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ അതുവരെ കാണാത്ത ഒരു ഇന്ദ്രൻസിനെ കാണുന്നത്. അപ്പം ഇത് ചേട്ടൻ ഇത് സജഷൻ എന്തെങ്കിലും പറയൂ ഇവരോട്? എന്തെങ്കിലും ഇങ്ങനെ ആവണം, അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാമെന്നല്ലോ. ഇത് ശരിക്കും അതുമൊക്കെ നല്ല സ്ക്രിപ്റ്റ് ആ ഡയറക്ടറൊക്കെ ഒന്ന് പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്കത് ആവാൻ പറ്റും. അതിൽ ജീവൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആവാൻ പറ്റും. പിന്നെ ഒരു കാര്യം വെച്ചാൽ അത് തന്നെ മനസ്സിൽ വെച്ച് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കും. അത് ചെയ്താലും ഷോട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഇനി ചേട്ടൻ ഇത്തിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ, മാറിക്കൊള്ളുന്നത് അവിടെ വിട്ട് പോകാൻ തോന്നില്ല. അവിടെയും തന്നെ ചുറ്റിപ്പറ്റുന്നു. മാറി നിൽക്കുമ്പോൾ ആരെങ്കിലും പിന്നെ വേറെ ചർച്ച, കഥ പറച്ചിൽ, അതിലൊക്കെ നമ്മളെ അലോസരപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ ആ ക്യാമറയുടെ ചുറ്റുവട്ടത്തിൽ തന്നെ കറങ്ങുന്നത് അതന്ന് തീരുന്നത് വരെ.
അങ്ങനെയൊക്കെ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ ഈ ഭൂമിയിൽ കുഴിച്ചിരിക്കുന്നവര് കുഴിച്ച് ആ തുണി തല മാത്രം നമുക്ക് ആ മാൻഡ്രാക്കിലെ അമ്പിളിച്ചേട്ടൻ്റെ അത് അപ്പോൾ അത് തുടങ്ങിയപ്പോഴേ പറഞ്ഞു അത് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ആദ്യം ജയതിച്ചേട്ടൻ ഓർമ്മ വരും. ഒരിക്കലും അതിനടുത്ത് അടുക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത് സിറ്റുവേഷൻ. അത് അതിനകത്ത് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യുമ്പോൾ? ഇല്ല വെല്ലുവിളിയാണ് അത് ചെയ്യുന്നത് നമുക്ക്. പക്ഷേ എങ്കിലും ജയതിച്ചേട്ടൻ്റെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ജയതിച്ചേട്ടനെ നമ്മൾ ശരിക്കും മിസ്സാവുന്നുണ്ടല്ലോ അല്ലേ? ഒരുപാട്. അദ്ദേഹം ഓടി നടക്കേണ്ടതാണ്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നി ആളിപ്പോൾ വേറൊരാളായിരുന്നേനെ. അതെ, ആ അമ്പിളിച്ചേട്ടനായിരിക്കുമല്ലോ ഒരു പക്ഷേ ഇപ്പൊ ഉണ്ടാവേണ്ടിയിരുന്നു അല്ലേ? അതായത് മീൻസ് അത് വേറൊരു ഞെട്ടിക്കലായി ഡെപ്തുള്ള വേഷങ്ങളൊക്കെ, കാരണം ഈ തലമുറ മാറ്റം വന്നല്ലോ. അതെ. പണ്ട് അമ്പിളിച്ചേട്ടൻ പറയുമായിരുന്നേ, 3-ാം പക്കത്തിലൊരു കവലയുണ്ട്. കവല എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ജയതിച്ചേട്ടൻ്റെ. അപ്പോൾ പത്മനാഭൻ സാറ് പിന്നീട് എപ്പോഴും പറയും കവല അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് മാറി ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള ക്യാരക്ടർ കിട്ടിയതെന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ ഭരതൻ സാറപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ അത്രയും കൊതി, അങ്ങനെ മാറി ചെയ്യാൻ ഏറ്റവും കൊതിയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ ആ ടാലന്റ് പൂൾസ് എല്ലാം ഉണ്ടല്ലേ, എന്തൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. ഒരു പക്ഷേ പിന്നെ അങ്ങനെ ഒരു ഇത് പറയല്ല. ഇപ്പോൾ ഇന്ന് എൻ്റെ അമ്പിളിച്ചേട്ടൻ ചെയ്തിരുന്ന അത്രയും കനപ്പെട്ട വേഷങ്ങൾ ഇന്ന് ഇന്ദ്രൻസേട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഓടി നടന്ന് അഭിനയിക്കുന്നത്, എനിക്കൊന്ന് ഇന്ന് പൊള്ളാച്ചിയാണെങ്കിൽ നാളെ കോഴിക്കോട്, ഇന്ന് അവിടുന്ന് എല്ലാ സിനിമകളിലും ഉണ്ട്. അമ്പിളിച്ചേട്ടൻ ഇട്ടുപോയ സ്പേസിലാണ് ചേട്ടൻ അത് ഇത് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലേ. ഇപ്പോൾ നമുക്ക് അന്നത്തെ കഥയോ അന്നത്തെ എഴുത്തുകാരോ ആ രീതിയോ എടുക്കുന്ന രീതിയോ ഒന്നുമല്ല, എല്ലാം മാറി. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു താരതമ്യം പറ്റുന്നില്ല. പല തലമുറയ്ക്കൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഭരതേട്ടൻ, പത്മരാജൻ, നമ്മുടെ പിന്നീട് വന്ന ഒരു നമ്മുടെ കെ മധു, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്. ഇന്നത്തെ മഹേഷ് നാരായണൻ, പുതിയ തലമുറയിലെ ഏറ്റവും പുതിയ ആൾക്കാർ വരെയും ചേട്ടനെ വിളിക്കാൻ പാകത്തിലേക്ക് വളർന്നു എന്നുള്ളതാണ്. ചേട്ടൻ വളർന്നു, അവരെല്ലാവർക്കും ഓക്കെയാണ്. ഈ ഒരു 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 ചേട്ടൻ നേരത്തെ പറഞ്ഞു നടനാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഇന്ന് ഈ വിളികളൊക്കെ എത്തുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വിളികൾ വരുമ്പോൾ ഏറ്റവും പുതിയ ആൾക്കാരോട് ചെന്ന് ചേരാൻ കൂടുതൽ ഉത്സാഹമാണ്. ചെറിയ പേടിയുണ്ട്, കാരണം അവരൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയും അവരെടുക്കുന്ന രീതിയൊക്കെ വ്യത്യാസമാണ്. ചിലർ കുറച്ച് കൂടുതൽ വേറെ രീതി, പിടുത്തമില്ലാത്ത രീതി, അത് റോങ് ആണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ പോകുന്ന അപൂർവം ചിലതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന ആൾക്കാരാണ്, കുട്ടികളാണ്. അവരോട് വർക്ക് ചെയ്യുമ്പോൾ പുതിയ തലമുറയോടൊപ്പം വർക്ക് ചെയ്യാനാണ് രസം. ചെയ്യാം, അവരിൽ എന്തുണ്ടെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. അത് നമ്മളെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അല്ലേ? പണ്ടൊരു വെറും ഒരു കൊടക്കമ്പി ആയിരുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മളെ തമാശയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ്. അവിടുന്നാണ് ഈ ഉടലിലും ആളൊരുക്കം പോലെയുള്ള സിനിമകളിലേക്കും കുട്ടിച്ചലിലേക്കും പിന്നെ നമ്മുടെ ഈ കഥാപാത്രങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് കൂടുകയറുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഭയങ്കര ശക്തിയുള്ള കഥാപാത്രങ്ങൾ തരുമ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഏതെങ്കിലും സമയത്ത് തോന്നാറുണ്ടോ? ഇല്ല, അത് എടുക്കാൻ തോന്നും. അതെടുത്തിട്ട് ചെയ്ത് എങ്ങനെ ശരീരത്തിന് അതിജീവിക്കാൻ പറ്റും എന്നുള്ള അങ്ങനെ വെല്ലുവിളി തോന്നിയ ഒരു കഥാപാത്രം ഏതാണ്? അതുകൊണ്ട് ഈ മൺട്രോത്തുരുത്ത്, ഈ കുട്ടിച്ചനൊക്കെ അങ്ങനെ തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അവരോട് അത് സമീപിക്കുമ്പോൾ അത് എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങോട്ട് പറയും, ഇത് ഞാൻ ചെയ്താൽ മതിയാ, ഇത്തിരി കൂടെയൊക്കെ തിലകൻ ചേട്ടനെ പോലെയുള്ള ആൾ ചെയ്യണ്ടേ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞല്ല, നമുക്ക് ഇത് മതി, നമുക്ക് നിങ്ങളിലുള്ള ഇത് മതി. അത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം. ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട്, അതായത് നമുക്ക് എങ്ങനെ മെച്ചമാക്കാന്നതിനെ കുറിച്ച് എന്തെങ്കിലും നിരന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട്? സമയം കിട്ടുമ്പോഴൊക്കെ കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തന്നെ ആലോചിക്കുന്നതും ചില ഇതുപോലെ നമ്മൾ ഈ കഥാപാത്രം വരുമ്പോൾ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞൊക്കെ നോക്കും ഞാൻ. നമ്മൾ എങ്ങനെയാ വീട്ടില് ഒറ്റയ്ക്ക് ഹോട്ടലിലൊക്കെ ആയിരിക്കും. അപ്പം നമ്മളിത് സ്വയം പറഞ്ഞു നോക്കാം അതിൻ്റെ ഒരു താളം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കും പുസ്തകങ്ങൾ, വായിച്ചാണ് എൻ്റെ ഈ ആ ശബ്ദം തന്നെ ഒന്ന് മാറിയെടുക്കുന്നത്. പിന്നെ പഠിക്കാനെങ്കിലും വലിയ ഡയലോഗ് പ്രോംപ്റ്റ് കേട്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്താൽ നമ്മുടെ ആ ഒരു താളം ഒന്നും കിട്ടൂല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തിരി വായന കുറയുമ്പോൾ അറിയാം, മറക്കും നിൽക്കൂല.
നാവ് ഉടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താണ്. പുതിയ തലമുറയ്ക്കുള്ള ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു വലിയ അഭിനയ കളരി കൂടിയാണ് ശരിക്കും. അവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം അല്ലേ, പുസ്തകങ്ങൾ നിരന്തരം വായിക്കുന്നതിലൂടെ ഉറക്കെ വായിച്ച് ശീലിക്കാം. കുറേ കഥാപാത്രമുണ്ട്, അവൻ്റെ ഡയലോഗ് ഇത് നമുക്ക് ടോൺ മാറ്റി കഥാപാത്രങ്ങളായിട്ട് വരുമല്ലേ ആ സമയത്ത്. പുസ്തകങ്ങൾ നിരന്തരം വായിക്കാൻ ഞാൻ ചേട്ടൻ്റെ ലൈബ്രറി കണ്ടിട്ടുണ്ട്. വലിയ ലൈബ്രറിയാണ്. ലൈബ്രറിക്ക് വേണ്ടി ഒരു പ്രത്യേക റൂം വരെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം വായിക്കുന്ന പുസ്തകമാണ്. ഞാൻ അടുത്തിടെ സന്തോഷിച്ചിക്കാനുമായിട്ടൊരു ചെറിയ കോൺവെർസേഷൻ, അദ്ദേഹത്തിൻ്റെ മാതങ്കലിയെ കുറിച്ചൊക്കെ ഒരു ചോദിക്കുന്ന ഒരു ഇത് കണ്ടു. എന്തായിരുന്നു അതിൻ്റെ സന്ദർഭം? ആളുടെ ആദ്യത്തെ നോവല. അതെ, നമ്മൾ ആദ്യ കഥ പോലും വായിക്കുന്നുണ്ട്. കുഞ്ഞു കഥയിൽ നമ്മൾ ഭയങ്കര കുരുക്കിയിടുന്നവരാണ്. അപ്പം നോവലിതല്ല, അപ്പം പുസ്തകം തന്നില്ല. ഞാനിപ്പോൾ അതാ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. അല്ലാതെ ഒരു കൂട്ടുണ്ട് ആളുമായിട്ട്, കുറേ പേരുമായിട്ട്. നല്ല എഴുത്തുകാരെ ഞാൻ എങ്ങനെയെങ്കിലും കൂട്ടുകൂടാൻ അവസരം നോക്കിയിരിക്കും. കാരണം അവർ ഭയങ്കര ഇതല്ല, നമുക്ക് അധ്യാപകരെ പോലെ, നമുക്ക് ഒരു സാറ് പറഞ്ഞു തരുന്ന പോലെ. ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ആളുടെ പുസ്തകം കഥകൾ ടി പത്മനാഭ മാഷ്, പിന്നെ സന്തോഷ് കുമാർ, മൂന്ന സാറ് ഒക്കെ കൂടുതൽ വായിച്ചിട്ടുള്ള. മൂന്ന സാറിൻ്റെ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചിട്ടുള്ളത്. മനസ്സുകൊണ്ട് താങ്കളൊരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് എനിക്കറിയാം. പക്ഷേ പ്രേംകുമാറിനെ IFFK ജനറൽ ചെയർമാനിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അതിൽ പ്രതിഷേധമൊക്കെ അദ്ദേഹം ചെയ്തു. സങ്കടം തോന്നുന്നു. അങ്ങനത്തെ ഒരു ആരോ കുറ്റം പറയുമോ? അതെ, നമുക്ക് അടുത്തറിയാവുന്ന. ചേട്ടൻ സങ്കടം തോന്നി? സങ്കടം എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? വേണ്ടിയിരുന്നില്ല, നെറിയേട്. അത് ഈ ചേട്ടൻ്റെ സൗഹൃദം അയാൾക്ക് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞാൽ പോകാത്ത ആളൊന്നുമല്ല, പറഞ്ഞ് അതെ അന്തസ്സായിട്ട് അയാളെ ഒഴിവാക്കി ഒരു നല്ല യാത്രയപ്പ് നൽകേണ്ടതായിരുന്നു അല്ലേ? അത് ചേട്ടൻ പോലും നാളെ വരണ്ടെന്ന് പറഞ്ഞാലും അയാള് പേരെ പുസ്തകം ഒരു പണിയെടുത്ത് സ്വസ്ഥമായിട്ട് പോയായിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ടോ ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട്? ഒന്നുമില്ല. അത് ഇവരുടെയൊക്കെ ചിലരൊക്കെ ഇഷ്ടക്കാർ കയറി കടന്നുകൂടുമല്ലേ, അതൊക്കെ യോഗ്യതയില്ലാത്തവർ കടന്നുകൂടുമ്പോഴത്തേക്കുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലും, മലയാളത്തിലെ ഫിലിം ഫെസ്റ്റിവലും അതിൻ്റെ തിരഞ്ഞെടുപ്പും അവാർഡ് കൊടുക്കുന്നതിലും ഒക്കെ എനിക്ക് ഒരുപാട് അഭിമാനം. ഞാൻ പലയിടത്തും പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗോവ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് ഗംഭീരമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ. അവിടെയാണ് ഇന്നിപ്പോൾ ഇത് കാണുന്നതെന്നുള്ളതുകൊണ്ടുള്ളൊരു സങ്കടം. കുറച്ച് മോശമായി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വേണം നമ്മൾ കാരണം എന്നറിയോ, അങ്ങനെ സങ്കടം തോന്നാൻ നമുക്ക് വേറെ ഒന്നുമില്ല, ഒന്നും വേണ്ട. നമ്മൾ ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പം അതെത്രത്തോളം അഭിവൃദ്ധിപ്പെടുന്നു എന്ന് നമ്മൾ നോക്കിയിരിക്കുകയല്ലേ. അതിനുവേണ്ടി ഒരു ഭരണ സംവിധാനം കൂടെയുണ്ട്. ചുമ്മാ വിട്ടുകളയുന്നൊരു വകുപ്പേ അല്ല ഇത്. എന്നിട്ടും അതിന് വേണ്ടുന്നത് കലാകാരന്മാർക്ക്, ഇപ്പം സിനിമാക്കാർ മാത്രമല്ല, നാടകക്കാരാവട്ടെ, എന്താണ് എത്രയോ കാലമായിട്ട് നാടകമൊക്കെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാനോ, അവർക്ക് ഒരു നല്ല പണ്ടത്തെ ഈ നമ്മൾ ഫൈനാൻസ് പോലുള്ള വേദികളുണ്ട്. ഏതെങ്കിലും അവർക്ക് വലിയ ചെലവ് ചരിച്ച് ഒരു ജില്ലയിൽ ഒരു ആഡിറ്റോറിയമെങ്കിലും അവരെ ഇതിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ അതുങ്ങൾ സംഘടിപ്പിക്കുമ്പോഴേ ടിക്കറ്റ് വെച്ചോ എങ്ങനെയൊക്കെ ഒരാഴ്ച അവർക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല നാടകമാണെങ്കിൽ ആൾക്കാർ സിനിമ കാണുന്ന പോലെ കാണില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊന്നുമില്ല. എല്ലാം കൃത്യമായിട്ട് ചെയർമാൻ വരുന്നു, മറ്റവർ വരുന്നു, എല്ലാവരും വരുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും നന്നാവുന്നില്ല. അർഹതയില്ലാത്തവർ അതിൽ കടന്നുകൂടുന്നു തോന്നുന്നുണ്ടോ? അതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ ഇങ്ങനെ ഒരു മൂല്യച്യുതി വരണമെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഒരു ചില കാരണങ്ങളാകാം, ആയിരിക്കും. അതെ, അത് അത്തരം കാര്യങ്ങൾ ചേട്ടൻ്റെ സൗഹൃദങ്ങളിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ളവരാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷമായിട്ടൊക്കെ നല്ല ബന്ധം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. വേണ്ടെന്ന് അങ്ങോട്ട് അങ്ങനെ പോവില്ല. നമ്മൾ പഴയ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ പഠിച്ചു വന്നപ്പോഴത്തേക്ക് ചുറ്റുവട്ടം വെച്ചുള്ള രാഷ്ട്രീയമാണ് അവിടെയുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോവേണ്ടതോ അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരാവശ്യമില്ല. അതിലിടപെടേണ്ട അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അത് എങ്ങനെയോ പതിഞ്ഞു പോയത് നിൽപ്പുണ്ട്. അത് എനിക്ക് പറഞ്ഞ ഒരു പക്ഷേ ഒരു 60 വയസ്സിന് മുകളിലുള്ളവരുടെ ദുഃഖമായിരിക്കും. നാളെ ഒരു അധികാര സ്ഥാനത്തേക്ക് IFFK പോലെ, NFDC പോലെ, KSFDC പോലെ ഒരു സ്ഥാപനങ്ങളിലേക്ക് ചേട്ടനെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ വിളിച്ചാൽ ധൈര്യപൂർവ്വം ചെന്ന് കയറുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല എന്നറിയാം. അതിനുള്ള യോഗ്യത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു പച്ചയിലാണ് നമ്മളിപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരിക്കലും എന്നെ കൊണ്ട് പറ്റൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഒരു മോഹമോ കൊതിയോ ഇല്ല. എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ? ഇല്ല.
രാഷ്ട്രീയം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ ഒരു ആവശ്യം ഇപ്പോഴില്ലാന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഒന്നും ഭയങ്കര വികസിതമാണ് എല്ലാ കാര്യത്തിലും, പണ്ടത്തെ ഒരു രീതിയല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും നേടാനില്ല. അങ്ങനെ ഉണ്ട് മത്സരിച്ച് പലർക്കും മുമ്പോട്ട് പോകാമെന്നുള്ളതല്ലാതെ ഒരു 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 പ്രത്യേക രീതിയൊന്നും ഇപ്പം കാണുന്നില്ല, ആരിലും കാണുന്നില്ല. നമ്മുടെ ചിലയിടങ്ങളിലുള്ള പിന്നെ സ്ത്രീകളോടുള്ള മോശ പെരുമാറ്റങ്ങൾ കൊണ്ട് പലപ്പോഴും ഇത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് വന്നിട്ടാണ് പല പ്രശ്നങ്ങളിലും എന്ന് പറയാറുള്ളത്. അങ്ങനെയുള്ള പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് എന്ത് പരിഹാരമാണ് ചേട്ടനെ പോലെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾക്ക് പറയാനായിട്ടുള്ളത്? ഇങ്ങനെ ഇത് ഒഴിവാക്കാം, എന്ത് ചെയ്യാം? ഇന്നത്തെ ഇന്റേണൽ കമ്മിറ്റി, ആഭ്യന്തര പരിഹാര സമിതിയൊക്കെ ഇതിനൊരു പരിഹാരമാണോ? ഒന്നുമില്ല, ചുമ്മാ ചായ കുടിച്ചിട്ടൊക്കെ പോകുന്നത്. ചിലർ എപ്പോഴും കലഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അവരെപ്പോഴും കലഹിച്ചുകൊണ്ടേയിരിക്കും. സിനിമയെ സംബന്ധിച്ച് ഒരാൾ ഒരു പ്രൊഡ്യൂസർ കാശ് ഇപ്പം ഭയങ്കരമായിട്ട് അതിന് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും സിനിമ ഒരു കലാകാരൻ തന്നെയാണ് ആ പ്രൊഡ്യൂസർ. എവിടെ നിന്നെങ്കിലും അയാൾ അധ്വാനിച്ചല്ലോ, അയാളുടെ കാശും കൊണ്ടൊരു സിനിമ എടുക്കാൻ വന്നാൽ മിക്കവാറും അയാൾക്ക് അറിയാം, കേട്ട് കഴിയുക. പണ്ടുകാലം മുതലേ ലാഭം നോക്കിയിട്ടാവില്ല എനിക്കൊരു പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്യണമെന്നുള്ള. അത് കാരണമാണ് കുറേ പേര് ചെയ്തു പോകണം. ചിലപ്പോൾ ആ ഒരു സിനിമ ചെയ്ത് അയാളങ്ങ് പോകും. നമുക്ക് എന്ത് അവകാശം അയാളെടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു മാസം 1.5 മാസം കൊണ്ട് ചെയ്യുന്ന ആ സിനിമയോട് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമുക്ക് ആവശ്യമുണ്ട് അസൗകര്യം ഉണ്ടെങ്കിൽ അത് പറയാം, അത് വേണമെങ്കിൽ സഹകരിക്കാം, ഇല്ലായിരിക്കാം, അതങ്ങ് പോയി. അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ ചെയ്യാനൊരു സ്ഥിരം ഒരു കമ്പനിയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്കത് ശാശ്വതമാക്കാൻ പറ്റും? സഹകരിക്കുന്നവർ ആണായാലും പെണ്ണായാലും നമ്മുടെ ഒരു ചില ചേഷ്ടം തിരിച്ചറിവ് ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ട് എങ്ങനെ എന്നറിയാൻ വയ്യ. സിനിമയിൽ തന്നെ കലാകാരന്മാർ അഭിപ്രായങ്ങൾ പറയാൻ ഇത് കാണിക്കാറുണ്ട്. ദിലീപിൻ്റെ വിഷയത്തിലൊരു ചില ആളുകൾ, പേരൊന്നും നമ്മൾ പറയുന്നില്ല, അയാൾ കോടതി പിന്നെ നിരപരാധിയാണെന്ന് വെച്ചിട്ട് പോലും അയാൾ ഇപ്പോഴും തെറ്റുകാരനാണ് എന്ന് പറയുന്ന ഒരു പക്ഷം. പക്ഷേ അതേ ആളുകൾ രഞ്ജിത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു ഇരട്ടത്താപ്പായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിതൊക്കെ നടക്കുന്നതിൽ നമുക്ക് ദുഃഖമേയുള്ളൂ. ഈ രണ്ടുപേരെ നമുക്കറിയാം. അതെ, ചെറുതിലേ നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ദുഃഖമുണ്ട്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ ഒരിക്കൽ എന്തോ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടുപേരുടെയും കാര്യം നമുക്കത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഇവിടുത്തെ ഇതിലൊരു തീരുമാനം വന്നെങ്കിലേ അറിയാം. നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ദുഃഖമുണ്ടെന്ന് പറഞ്ഞതിന് ഇനി എന്നെ പറയാനൊന്നും വെച്ചില്ല. അത് കാരണം നമുക്ക് ഒന്നും മിണ്ടാൻ വയ്യ. അതൊരു 2 പക്ഷം കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ദുഃഖമുണ്ട് ഇതിൽ, ഈ സംഭവിച്ചതിലും രണ്ടുപേരുടെ കാര്യത്തിലും ദുഃഖമുണ്ടെന്ന് തന്നെ പറയാം. ഒരാളെന്ന് ഞാൻ പറയണ്ട. കാരണം ഒന്നും നമുക്ക് അവരെ അതാണ് ചെയ്തു എന്ന് വെച്ചതിലൊന്ന് തെളിയോ പറയുകയോ ചെയ്ത് നടത്തണം. നമ്മളെങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്? അത് സംഭവിച്ചതിലാണ് നമുക്ക് ദുഃഖം. ഒന്നും പറയാൻ വയ്യ അല്ലേ? ചിലത് പറഞ്ഞാൽ ചിലത് പ്രശ്നമായി അടുത്ത കൂട്ടുകാർ. അതെ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പറയും. അതുകൊണ്ടാണ് നിശബ്ദരാകേണ്ടി വരുന്നത്. നമുക്ക് തുറന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ നമ്മൾ ആ പക്ഷത്താക്കുമോ? പലപ്പോഴും നമുക്കത് കൂടുതൽ വിഷമാവും. അതാ നമ്മളതല്ലാത്തതുകൊണ്ട്. അടുത്തിടെ ഇറങ്ങിയ സിനിമകളിൽ ചേട്ടനും ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരിക്കും ആശാൻ എന്ന് പറയുന്ന സിനിമ. ഞാൻ അധികം ചേട്ടനെ കണ്ടിട്ടില്ല പേജിൽ വന്നിട്ട് ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്ന് സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അത് പറയുകയും ചെയ്തു. ആ കഥാപാത്രം അത്ര ഗംഭീരമായിരുന്നു. എന്നിട്ടും അത് പ്രേക്ഷകരെ സ്വീകരിച്ചില്ല എന്നുള്ളതിൽ ചെറിയ ദുഃഖമുണ്ട്. അതിലെന്തെങ്കിലും അവർക്ക് പരമാവധിയൊക്കെ പറഞ്ഞു നോക്കിയതല്ലേ, അതിലെന്തെങ്കിലുമൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ അങ്ങനെ സ്വീകാര്യമാവാത്തത് കണ്ടവരൊക്കെ നല്ലതും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പിന്നെ ഒരു ആവേശം കണ്ടില്ല. അങ്ങനെ പരക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ വരുമല്ലോ, കണ്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രുചിക്കാത്തത് ഉണ്ടായിരുന്നിരിക്കുമെന്ന് തോന്നുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞു വിദ്യാഭ്യാസമില്ലാത്തതാണ് ഒരുപക്ഷെ നമ്മുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പിന്നോക്ക് വലിക്കുന്നുള്ളൂ. എന്നിട്ടും 65-ാം വയസ്സിൽ 7ാം തരം പാസ്സായി. ആ അനുഭവം ഗംഭീരമായിരുന്നു അല്ലേ? ഇനി 10ാം തരം എഴുതുന്നുണ്ടോ? എന്നാണ് സമയം കിട്ടുമ്പോഴത്തേക്ക് പഠിച്ച് അത് പാസ്സായിട്ട് ഒരു SSLC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതാണ് ഒരു വലിയ ആഗ്രഹം. പഠിക്കാൻ പറ്റിയിരുന്നെങ്കിലേ എവിടം വരെ പഠിക്കുമായിരുന്നു. അതറിഞ്ഞില്ല. അതിന് വീട്ടുകാർക്കും കൂടെ അറിവ് വേണമല്ലോ.
പക്ഷെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ആയിരുന്നു. അല്ലേ? പഠിക്കാൻ പറ്റാതായി പോയതാണ്. അല്ല അങ്ങനെ ഞാൻ ചോദിച്ചു പഠിച്ചിട്ട് അല്ല ചേട്ടൻ്റെ ചെറിയ കാലങ്ങളിലെല്ലാം ചെറിയ നാടക സമിതികളുമായിട്ടൊക്കെ പോയിരുന്ന ആളാണ്. അപ്പോഴും പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി വാങ്ങിക്കണം, എനിക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോലി വേണം, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അഭിനയം തന്നെയായിരുന്നു അന്നും ഇന്നും. അതെ, ഇനിയും അങ്ങനെ അഭിനയിക്കുക എന്നുള്ളതാണ് അല്ലേ? ഏറ്റവും മികച്ച വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനിടയിൽ എപ്പോഴോ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടു. പലരുടെയും കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ടു. ഒരു മധുബാലൻ്റെ കഥകളെക്കുറിച്ചും കേട്ടു. ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ? സിനിമ സംവിധാനം ചെയ്യുമോ? അങ്ങനെ അറിയാൻ പറ്റില്ല. ചില നല്ല സിനിമകളെ കാണുമ്പോൾ ചെയ്യണമെന്ന് തോന്നുന്നു, പിന്നെ പേടിയും തോന്നുന്നു. അതെ, കഥകൾ കേൾക്കുന്നു എന്നുള്ളത് സത്യമാണോ? വായിക്കും, അല്ല കഥ മറ്റുള്ളവരുടെ കഥകൾ കേട്ടു. അപ്പൊ മധുബാലന്റെ കഥ കേട്ടു എന്നുള്ളത് സത്യമാണോ? മധുവിന്റെ പടത്തിന് വേണ്ടിയിട്ട് കേട്ടതാണ്. അത് ഡയറക്റ്റ് ചെയ്യാനല്ല. അല്ല, പക്ഷെ ഞങ്ങളിങ്ങനെ വേറെ രീതിയിലാണ് കേട്ടത്. മധുബാലജി പറഞ്ഞ അദ്ദേഹത്തിന്റെ ജയമോഹൻ സാറിന്റെ ഒരു കഥ അഭിനയിക്കാൻ പറഞ്ഞു. അപ്പൊ അത് വേണ്ടിയിട്ട് ചെയ്യാൻ സംവിധാനം നല്ലൊരു കഥ കിട്ടിയാൽ, ആരെങ്കിലും നല്ലൊരു കഥയുമായിട്ട് മോഹിപ്പിക്കുന്ന ഒരു തിരക്കഥയുമായിട്ട് വന്നാൽ സിനിമ സംവിധാനം ചെയ്യുമോ? ഒരു ചെറിയ മടിയുണ്ട്. പ്രായം ഒന്നും വിഷയമല്ലല്ലോ, അതൊന്നുമല്ല. പ്രായം ആയില്ല. എന്താണ് പിന്നെ ഒരു തടസ്സം? ഇങ്ങനെ ഒരു വലിയ ചെലവായിപ്പോഴും സിനിമയ്ക്ക്. അല്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ ചേട്ടൻ സംവിധാനം ചെയ്യാൻ കുഞ്ഞു ആൾക്കാർ നമ്മൾ എൻ്റെ ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാരെ കളിയാക്കലോ പറ്റിക്കലോ ആണ്. സിനിമ തിയേറ്റർ വന്നാൽ അവർ ആ ടിക്കറ്റ് കൊടുത്ത് ആസ്വദിക്കാനുണ്ടെങ്കിൽ അവരുടെ സമയത്തിനല്ലേ വില, 2-2.5 മണിക്കൂർ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു സിനിമയാണെന്ന് പറഞ്ഞാൽ പോയി പണി വെക്കാൻ പറയുകയെന്നുള്ളത് അത് അവരെ പരിഹസിക്കും പോലെ. അപ്പോൾ അതിന് കരുത്താണ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടുന്ന ചിലവാക്കിയേ പറ്റുള്ളൂ. എത്ര ചിലവാക്കിയാലും അത് കിട്ടിയില്ലെങ്കിൽ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആലോചിക്കുമ്പോൾ പേടിയുണ്ട്. ആ പേടിയാണ് അല്ലേ? അപ്പം ചേട്ടനെ സഹായിക്കാൻ എനിക്കൊന്ന് ഇന്ദ്രൻ ചേട്ടൻ സംവിധാനം ചെയ്യാൻ വരുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചേട്ടനെ സഹായിക്കാനുണ്ടാകും, അതിനകത്ത് തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സംവിധാനത്തിലേക്കൊക്കെ ഇറങ്ങാം. ഇനിയൊരു പക്ഷേ കൊതിയുണ്ട്, ഇനിയും ചെയ്തു തീരാനുള്ള പറഞ്ഞു കൊടുക്കാനുള്ള ഒരുപാടത്ര കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലെന്നുണ്ടെങ്കിൽ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, ചേട്ടൻ്റെ ചോയ്സാണ്. അപ്പം പുതിയ സിനിമ പ്രൊജക്റ്റുകൾ അതൊക്കെയാണ്. പുതിയതിന് രാജകുമാർ പെരിയസ്വാമി എന്ന് പറയുന്ന ആൾ, തമിഴ് തന്നെ. മമ്മൂക്ക ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ധനുഷിൻ്റെ അതിൽ ചേട്ടനും ചെയ്യുന്നുണ്ടല്ലേ? അത് പുതിയ അറിവാണ്, നിങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല. അതിലും നല്ല വേഷമാണല്ലേ? കുഴപ്പമില്ല. ചേട്ടൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നല്ല വേഷമാണെന്ന് അർത്ഥം. ഫ്രൈഡേയുടെ തന്നെ കാലൻ്റെ തങ്കക്കുടവും നടക്കുന്നുണ്ട്, ഖലീഫ നടക്കുന്നുണ്ട്, തീർന്നില്ല അതെല്ലാം. ഖലീഫ പിന്നെ വൈശാഖിന്റെ പൃഥ്വിരാജ് പടം, അത് കോഴിക്കോട് നടക്കുന്നു അല്ലേ? ഇത് പിന്നെ കാലന്റെ തങ്കക്കൂടെ അവിടെ നടക്കുന്നു പാലക്കാട്. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു പാലക്കാടേക്ക്. നമ്മൾ പണ്ട് കാലത്ത് ഓരോ പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് ഓരോ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ പ്രൊഡക്ഷൻ ഹൗസുകളുടെ നടീനടന്മാരെന്നാ പറയുക അവരെ, നസീർ സാർ അങ്ങനെ പറയാം. അതുപോലെ ഫ്രൈഡേയുടെ ആസ്ഥാന നടനാണ്. കുടുംബം എങ്ങനെ ഇരിക്കുന്നു ഇപ്പം? എല്ലാവരും നന്നായിരിക്കും. അതെ, മകള്, മകൻ, 2 പിന്നെ അവരുടെ കുഞ്ഞുങ്ങള്. മക്കൾ എത്ര പേരായി? മോക്ക് 2 മോൾ, 2 ആൺകുട്ടികൾ, മോൾക്കൊരു പെൺകുട്ടി. അപ്പം മോനൊരു പെൺകുട്ടി. അവരും ഹാപ്പിയാണ്. ചേച്ചിയോ? സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം യാത്രയിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എവിടെയെങ്കിലും ഇപ്പോൾ ഇപ്പോഴെൻ്റെ കൂടെ രഘുനാഥ് പലേരി സാറിൻ്റെ പടം കോതമംഗലത്ത് നടക്കുമ്പോൾ എൻ്റെ കൂടെ വന്നു ദിവസം നിന്നിട്ട് പോയി. ഒറ്റയ്ക്ക് അവിടെ നിന്ന് ബോറടിക്കുന്നുണ്ടാവും. കാരണം അല്ല, അവിടെ മക്കളെ അങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നെങ്കിൽ വന്ന് 2 ദിവസം നിൽക്കും. അതെ, ഏറ്റവും നല്ല കുടുംബക്കാരൻ്റെ അതിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയുക, അത് നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുക, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കലാകാരൻ്റെ ഏറ്റവും സുന്ദരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. എല്ലാ ആശംസകളും. ഇനി അങ്ങനെ ആ ജീവിത പദയാത്ര അല്ലേ, കല്ലും മുള്ളും ഒന്നും ഇല്ലാത്ത പാതയിലൂടെ പോകാൻ മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സുരേഷ്.